ജീവിതമാകട്ടെ ലഹരി. റേഡിയോ മാറ്റിലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരമ്പര ജീവിതമാകട്ടെ ലഹരി. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വയനാട് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ AJ ഷാജി സംസാരിക്കുന്നത് കേൾക്കാം ഇന്ന് ഈ പരിപാടിയിൽ. പ്രിയമുള്ളവരെ, ഞാൻ AJ ഷാജി, എക്സൈസിൻ്റെ വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 26 ലോകമൊട്ടാകെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. നമുക്കറിവുള്ളതുപോലെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും കൗമാരക്കാരുടെ ഇടയിൽ ലഹരി പദാർത്ഥങ്ങളോടുള്ള അഭിനിവേശം അല്പം കൂടുതൽ തന്നെയാണ്. ഇത് നമുക്ക് തടയേണ്ടതുണ്ട്. തടയുക എന്ന് പറഞ്ഞാൽ സർക്കാർ വകുപ്പുകളുടെ പ്രയത്നം കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായും നമുക്ക് തടയാനാവുകയില്ല. അതിന്റെ സപ്ലൈ സൈഡ് തടയുന്നതിൽ, അത് ഒരു പരിധി വരെ നമുക്ക് അതിന്റെ ഉൽപാദനം തടയുന്നതിൽ എക്സൈസ്, പോലീസ് ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ പ്രവർത്തനം മൂലം നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള ഉൽപാദനം പരമാവധി പൂർണ്ണമായും തടഞ്ഞുവെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ വരുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്നോ ഉൽപാദനം നടത്തി നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തേക്കുള്ള കടന്നുവരവും തടയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായും നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പൊതുസമൂഹത്തിന് തങ്ങളുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. തങ്ങൾക്ക് ലഭിക്കുന്ന വിപണനത്തിന്റെ വിവരങ്ങളും അല്ലെങ്കിൽ കടന്നുവരവിന്റെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഏജൻസികളെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നത് നിങ്ങൾക്ക് സുരക്ഷിതവും അത് നാടിന്റെ നന്മയ്ക്ക് ഏറ്റവും പ്രയോജനപ്രദവുമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഉൽപാദനം കുറയ്ക്കുന്നത് വഴി സപ്ലൈ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുമെങ്കിൽ പോലും കടന്നുവരവ് തടയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡിമാൻഡ് സൈഡ് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ കൗമാരക്കാരെ ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകാതെ നമ്മൾ തടയേണ്ടതുണ്ട്. അത് ആ ഒരു ഉദ്ദേശത്തോടുകൂടി, ആ ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവിതമാണ് ലഹരി എന്ന ഒരു ആപ്തവാക്യവുമായിട്ട് ഒരു ലഹരി വർജന മിഷൻ വിമുക്തി എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗമാരക്കാരെ ലഹരി ആസക്തിയിലേക്ക് എത്തിക്കാതെ മറിച്ച് വളരെ നല്ലതായ ഒത്തിരി വായന ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ നല്ല പോസിറ്റീവ് ലഹരികളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പോസിറ്റീവ് ലഹരികളിലേക്ക് നമ്മുടെ കൗമാരക്കാരെ എത്തിക്കേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വിമുക്തി മിഷൻ പ്രവർത്തിച്ചു വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുടുംബ പശ്ചാത്തലം തന്നെയാണ്. മാതൃകയുള്ള കുടുംബമായി ആദ്യം നമ്മുടെ കുടുംബം തന്നെ മാറണം. നല്ല മാതൃകാ മാതാപിതാക്കളായി നമ്മൾ മാറുക. അതോടൊപ്പം തന്നെ അത് കണ്ട് നമ്മുടെ മക്കൾ, ആ മാതൃക കണ്ട് നമ്മുടെ മക്കൾ വളരേണ്ടതുണ്ട്. അങ്ങനെ നല്ല മാതൃക കണ്ട് വളർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ തെറ്റായ ശീലങ്ങളിലേക്ക് പോകാതെ പോസിറ്റീവ് ലഹരികളിലൂടെ ജീവിതം ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലൊക്കെ നമുക്ക് ഒത്തിരി നെഗറ്റീവായ വിഷയങ്ങൾ നമ്മൾ മാധ്യമ ശ്രദ്ധയിലൊക്കെ എത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ജീവനും പൊതുസമൂഹത്തിൽ മറ്റുള്ളവരുടെയും ജീവനെയൊക്കെ അപകടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അവരുടെ ലഹരി ഉപയോഗം അതിന്റെ പരമാവധിയിൽ എത്തിച്ചേർന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരത്തിൽ ഈ വാർത്തകൾക്ക് നിദാനമായ, നെഗറ്റീവ് വാർത്തകൾക്ക് നിദാനമായ വ്യക്തികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് രൂപപ്പെട്ടവരൊന്നുമല്ല. അതായത് അവരുടെ ചെറുപ്പകാലത്ത് ചിലപ്പോൾ അപ്പർ പ്രൈമറിയിലോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലോ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരംഭിച്ച ഒരു തെറ്റായ ശീലം, ആ തെറ്റായ ശീലം യഥാസമയം കണ്ടെത്തുന്നതിൽ മാതാപിതാക്കളും അധ്യാപകരും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ പൊതുസമൂഹവും പരാജയപ്പെട്ടെടുത്ത് ആ ശീലം തുടരുകയും അതിന്റെ ഒരു ഫർദർ ഡെവലപ്മെന്റ് എന്ന നിലയ്ക്ക് അത് വികസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജീവനുകൾ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അത്തരത്തിലുള്ള വ്യക്തികൾ വളർന്ന് വികസിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് മുളയിലെ തന്നെ തടയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കതിരിൽ വളമിടുക എന്നുള്ള ശീലം നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളിൽ മാതാപിതാക്കൾ വളരെ കരുതലുള്ളവരായിരിക്കുക. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു സ്വഭാവ വ്യതിയാനങ്ങൾ കണ്ടെത്തിയാൽ, മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല, മറിച്ച് നമ്മുടെ മക്കളെ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. അവരിലുള്ള മാറ്റങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. ആ മാറ്റം കണ്ടു കഴിഞ്ഞാൽ അവരെ നിരീക്ഷിക്കുക. ആ മാറ്റങ്ങൾ, അതായത് വന്നിരിക്കുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ എന്തിൻ്റെയെങ്കിലും ഒരു ആകർഷണം കൊണ്ടോ അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു ഭവിഷ്യത്തിലേക്ക് അവർ ചെന്ന് പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബോധ്യം വരുന്ന ഒരു അവസരത്തിൽ നിർബന്ധമായിട്ടും അതിനെ മറച്ചു വെക്കുക. അജ്ഞത കൊണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നതിനെ കുറിച്ച് ആ വിഷമം കൊണ്ടാകാം നിങ്ങളിത് മറച്ചു വെക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള
പ്രവണത നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് അത് വളർന്നിട്ടാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവായി വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആരംഭത്തിൽ ഒരു നെഗറ്റീവായുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഒരു സ്വഭാവ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നല്ല ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ എക്സൈസിൻ്റെ തന്നെ വിമുക്തി മിഷൻ്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. അവിടെ കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിങ്ങിനപ്പുറത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക. നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു കൗൺസിലിങ്ങും അതുപോലെ തന്നെ ചികിത്സ, മനോചികിത്സ എന്ന് പറയുന്ന ഉള്ള ആ സ്റ്റിഗ്മ നമുക്ക് മാറ്റി നിർത്തണം. അതിനെക്കുറിച്ച് അതിനോടുള്ള നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ധാരണ തന്നെ മാറ്റിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ധാരണയ്ക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളിത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകനോ മകളോ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ ഒരു ബോധ്യം നമ്മൾക്കുണ്ടാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതാണ്. ചികിത്സ എത്രയും നേരത്തെ ആരംഭിക്കുന്നു അത്രയും നേരത്തെ നമ്മുടെ മകനെയോ മകളെയോ ആ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ആ സ്വഭാവ വ്യതിയാനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവനെ യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങളുടെ വിപണനമോ അല്ലെങ്കിൽ കടന്നുവരവോ ഒക്കെ സംബന്ധിച്ചുകൊണ്ട് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ ഒക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നമ്പറുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെ സൗജന്യ കൗൺസിലിങ്ങിന് 14405 എന്ന നമ്പർ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് തന്നെ 9656178000 എന്ന നമ്പറുണ്ട്. അത് കുട്ടികൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ മറ്റാരിലേക്കും പോകാതെ തന്നെ വിവരം തന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടാതെ തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പർ പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ വിപത്ത് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അതിന് മാതാപിതാക്കൾ ഒരു മാറ്റത്തിന് വിധേയമാകണം. കാരണം മാതാപിതാക്കളുടെ മാതൃക കണ്ടുകൊണ്ടാണ് നമ്മുടെ കൊച്ചുമക്കൾ വളരുന്നത്. അപ്പോൾ ചെറുപ്രായത്തിലെ നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാത്ത മക്കളാണ് ബഹുഭൂരിപക്ഷം പേരും ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ആദ്യമായി മാറേണ്ടത് നമ്മുടെ കുടുംബ പശ്ചാത്തലം തന്നെയാണ്. ടാങ്കും ടാപ്പും തമ്മിലുള്ള ബന്ധം പോലെയാണ് നമ്മുടെ മക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് മാതാപിതാക്കൾ മാതൃകയാകുക. അതോടൊപ്പം തന്നെ കൂട്ടുകാരിൽ നിന്നുള്ള പിയർ പ്രഷർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വരുത്തേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രലോഭനം നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഉണ്ടായാൽ പോലും നോ താങ്ക്സ്, ഐ ചൂസ് ലൈഫ് എന്ന് പറയാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക് വയനാട് ജില്ലയിൽ ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുവരവ് കുറവല്ല. അത് നമുക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെ തടയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുവരവോ അതോടൊപ്പം തന്നെ വിപണനമോ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിവരം കിട്ടുകയാണെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ കൺട്രോൾ റൂം നമ്പറായ 04936288215 എന്ന നമ്പറിലോ അതല്ലെങ്കിൽ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നമ്പറായ 9496002872 എന്ന നമ്പറിലോ നിങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ഉടനടി നടപടികൾ ഉണ്ടാവുന്നതാണ്. ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടർന്ന് വരാനിരിക്കുന്നത് നമ്മുടെ ഓണ ദിവസങ്ങളൊക്കെയാണ്. അങ്ങനെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനമാകരുത്, മറിച്ച് പോസിറ്റീവായിട്ടുള്ള ലഹരികളിലേക്ക് നമ്മുടെ കൗമാരക്കാർ പോകുന്നതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് കൂട്ടായ പ്രയത്നം ആവശ്യമാണ്. ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ NGOസും എല്ലാവരും ഈ ദിനം ആചരിക്കുന്നുണ്ട്. പക്ഷെ ജൂൺ 26 കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. കൂട്ടായ പ്രയത്നം നമുക്ക് കൂടുതലായി മുമ്പോട്ട് കൊണ്ടുപോകുകയുണ്ട്. സംയോജിതമായിട്ട് എല്ലാ സർക്കാർ വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ എല്ലാ NGOകളുടെയും എല്ലാ സന്നദ്ധ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ ശ്രമം ജൂൺ 26 എന്നൊരു ദിനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ തുടർ പ്രക്രിയയായി മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ അപകടത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഓരോരുത്തർക്കും ഈ ഒരു ദിവസത്തെ പ്രവർത്തനം കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയി പരിപൂർണതയിലെത്തുന്നത് വരെ ഓരോരുത്തരും നിതാന്ത ജാഗ്രതയിലായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എക്സൈസിന്റെ ജില്ലാ മേധാവി എന്ന നിലയിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വയനാട് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ AJ ഷാജി സംസാരിച്ചത്. ജീവിതമാകട്ടെ ലഹരി. റേഡിയോ മാറ്റിലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരമ്പര ജീവിതമാകട്ടെ ലഹരി.